നവകേരളം എന്ന സർക്കാർ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരളത്തെ അവഗണിക്കുന്ന പ്രതിപക്ഷമാണ് സംസ്ഥാനത്തിന്റെ ശാപമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ടയിലെ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 അധികാരമേറ്റ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയത്. തകർന്നടിഞ്ഞ നാടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ ഇടതു സർക്കാരിനു കഴിഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്ര സഹായം നിഷേധിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷവും കേരളത്തിന്റെ ആവശ്യങ്ങളെ അവഗണിച്ചു. സംസ്ഥാനം കടക്കണിയിൽ എന്ന് വികസന വിരുദ്ധർ പറയുമ്പോഴും കിഫ്ബിയുടെ സഹായത്തോടെ ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനു കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നു. റവന്യൂ ചെലവുകളുടെ വളർച്ചയിൽ വലിയ തോതിൽ മിതത്വം പാലിക്കുന്നു. ഈ നിലപാടാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, സാമുദായിക നേതാക്കൾ, പ്രവാസികൾ, തൊഴിലാളി പ്രതിനിധികൾ, പ്രൊഫഷണലുകൾ, അധ്യാപകർ, വ്യവസായികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങി പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയും നടന്നു. ധനമന്ത്രി KN ബാലഗോപാൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട.